10 വയസ്സിൽ പ്രശസ്ത നാടകകൃത്ത് സി ബാൽസൻ്റെ നാടകങ്ങളിൽ ബാലനടനായി അരങ്ങേറിയാണ് ഞാൻ എൻ്റെ നാടകരംഗത്തേക്ക് കാലുകുത്തിയത്. പിന്നീട് 15 വയസ്സിൽ വിദ്യാർത്ഥികൾക്കായി കേരള ഗവൺമെൻറ് നടത്തിയ നാടക ക്യാമ്പിൽ പങ്കെടുക്കാനാവുകയും അവിടുത്തെ ഏറ്റവും നല്ല നടനാവാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി. ഇതിനുശേഷം യൗവനത്തിൽ ഞാൻ വീണ്ടും നാടകരംഗത്തേക്ക് എത്തിപ്പെട്ടത് സി ബാൽസൻ്റെ തന്നെ ഹാസ്യ നാടകങ്ങളിലേക്കാണ്. ആ ഹാസ്യ നാടകങ്ങൾ അത്ര കണ്ട് വിജയിച്ച നാടകങ്ങൾ, അല്ലെങ്കിൽ വിജയിക്കാനുള്ള കാരണക്കാരൻ ആ നാടകകൃത്ത് ബാൽസനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനിയനായ സ്വാതി മോഹൻ കൂടിയാണെന്ന് ഞാൻ പറയും. സ്വാതി മോഹനൻ രംഗത്ത് വന്നാൽ പിന്നെ ഒരു യുദ്ധകാഹളമാണ്. ജനങ്ങൾ ചിരിയോട് ചിരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾക്കും മുൻപോട്ടും പിമ്പോട്ടുള്ള നടത്തത്തിൽ, തിരിഞ്ഞ് നോട്ടത്തിൽ, അല്ലെങ്കിൽ കക്ഷത്തെ ചൂരൽ വഴിയെടുത്ത് ആഞ്ഞടിക്കുന്നതിൽ, മകനായ കഥാപാത്രത്തെ വിളിച്ചു വരുത്തി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം കരണക്കുറ്റിക്കൊന്ന് പൊട്ടിക്കുന്നതിൽ, ഇതിലൊക്കെ ഒരു വല്ലാത്തൊരു പ്രതിഭയായിരുന്നു മാധസ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് മുന്നിൽ മറ്റൊരു നടനെ എത്ര നന്നായി അഭിനയിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം ഞാനന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയുള്ള ആ നാടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഒരിക്കൽ സ്റ്റേജിൽ വന്ന് തൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് നോക്കി നീട്ടി വിളിക്കുകയാണ്, മകനെ ഭീമസേന ഇവിടെ വാടാ എന്ന് പറയുക. അപ്പോൾ എല്ലാവരും കാണികൾ എന്താണ് കാത്തിരിക്കുന്നത്? ഒരു തടിയനായ 6 അടി ഉയരമുള്ള ഒരു തടിയനായ ഭീമസേനൻ്റെ രൂപമുള്ള ഒരു മകൻ ഇപ്പോൾ കടന്നു വരും എന്ന് പറയുമ്പോഴാണ് കടന്നു വരുന്നത് ഞാനാണ്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ പിന്നെയും ചെറിയൊരു ഓജസ്സൊക്കെ നിങ്ങൾക്ക് മുഖത്ത് കാണാം. പക്ഷെ അന്ന് മെലിഞ്ഞൊടുങ്ങി കവിളക്കൊട്ടിയ രൂപമാണ്. ആ കവിളക്കൊട്ടിയ രൂപം ഭീമസേനായി രംഗത്തേക്ക് വരുമ്പോൾ കാണികൾ ആർത്തിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ആ മോഹനൊപ്പം അഭിനയിച്ച് കഴിഞ്ഞ് ആ മോഹനോടുള്ള ഒപ്പം അഭിനയിച്ച് കഴിയുമ്പോൾ മോഹനൻ്റെ അഭിനയം കൊണ്ട് തന്നെ നമുക്കും ആ രംഗത്ത് തിളങ്ങി നിൽക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാലും അത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. സി ബാൽസൻ ഈ നാടകത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കും. സെൻട്രൽ മൈക്കിൻ്റെ അടുത്ത് ചെന്ന് തൊണ്ടയൊക്കെ നനയ്ക്കുകയും പ്രിയമുള്ള കലാസ്നേഹികളെ എന്ന മൈക്കിൻ്റെ സ്വരം കൂടി ചേർത്ത് പറയുമ്പോൾ വല്ലാത്തൊരു ഇരമ്പം അല്ലെങ്കിൽ ഒരു ഇമ്പം കാണികൾക്ക് ലഭിച്ചിരുന്നു. അതിൽ നിന്നാണ് അല്പമെങ്കിലും എൻ്റെ സ്വരം ആ തരത്തിലാക്കിയെടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയും പിന്നീട് ഞാനും മൈക്കിൽ കയറി ഇങ്ങനെയൊക്കെ ശബ്ദ ഗാംഭീര്യത്തോടുകൂടി സംസാരിക്കാനൊക്കെ പഠിച്ചത്. അത്തരം അനുഭവങ്ങളിൽ നിന്ന് ബാലേട്ടൻ എൻ്റെ നാടക അഭിനയത്തിലെ ഗുരു മാത്രമല്ല, എൻ്റെ ശബ്ദത്തിൻ്റെ ഗുരുവാണ്. അതോടൊപ്പം തന്നെ പിന്നീട് ഞാൻ എഴുതിയ രചനകൾക്ക്, ഞാൻ എഴുതിയ സംവിധാനങ്ങൾക്ക് ബാലേട്ടൻ്റെ ഒരു വല്ലാത്ത ഒരു ഉദ്ബോധനം നമുക്കുണ്ടായി എന്നുള്ള എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ആ ഗണേശ്വരിയുടെ ബാലേട്ടൻ തന്ന നിരവധി ഹാസ്യ നാടകത്തിലെ വേദികളുടെ ശ്രീ സ്വാതി മോഹനൊക്കെ അഭിനയിച്ച് പല വേദികളിലും പല സ്ഥലങ്ങളിൽ പോയി അഭിനയിച്ചുണ്ടായ ഒരു ധൈര്യത്തിൽ നിന്നാണ് ഞാനെന്ന ഹാസ്യനടൻ ഉണ്ടായതും അതോടൊപ്പം തന്നെ നാടകരചനയ്ക്കുള്ള ധൈര്യം എനിക്കുണ്ടായതും അതിലൂടെ സംവിധാനത്തിനൊക്കെ എനിക്ക് ധൈര്യമുണ്ടായത്. അങ്ങനെ രചനകൾ നടത്തിയ നാടകങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ചരിത്രം കൂടി പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം എനിക്കുള്ളൂ. ആ സംഭവത്തിലേക്ക് കടക്കാൻ ഞാൻ ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നില്ല. ഞാൻ ആദ്യത്തെ നാടകം എഴുതിയതും അതിന് സമ്മാനം കിട്ടിയതുമായ ഒരു കഥ, രസകരമായൊരു നാടക പശ്ചാത്തലമാണ്. ആ കഥ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയും. എന്തായാലും ഈ നാടകരംഗത്തെ എൻ്റെ 2-3 സംഭവങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, വളരെ രസകരമായ കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ നാടകം എഴുതുകയും അതിന് സമ്മാനം കിട്ടുകയും ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ നാടകത്തിന് എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്ത ആ ചരിത്രം അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നാടകരംഗത്തെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സി ബാൽസനെ അത് അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് എൻ്റേതായ ഊർജ്ജം പകർന്ന ശ്രീ സ്വാതി മോഹൻ അടക്കമുള്ള എൻ്റെ കൂടെ നിന്ന് അഭിനയിച്ച പ്രഗത്ഭരായ പല നടന്മാർക്കും ഞാൻ എൻ്റെ കടപ്പാട് നന്ദിയും ഈ വേദിയിൽ അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.